യഹോവ നിശ്ചയിച്ചു. സ്തോത്രം. ദൈവം നിശ്ചയിച്ചതാ. ഇത് ദൈവഹിതമാ. ദാവീദ് രാജാവിന് വിരോധമായിട്ട് അഹീഥോബേൽ ആലോചന പറഞ്ഞു. ഒരു കണക്കിന് പറഞ്ഞ ആലോചന കറക്റ്റാ. അഹീഥോബേൽ പറഞ്ഞത് ക്ഷീണിച്ചും അധൈര്യപ്പെട്ടും ഇരിക്കുന്ന അവനെ ഞാൻ ആക്രമിക്കുമെന്ന്. 17-ാം അധ്യായത്തിന്റെ 2-3 വാക്യത്തിലല്ലയോ? ക്ഷീണിച്ചും അധൈര്യപ്പെട്ടും ഇരിക്കുന്ന അവനെ ഞാൻ ആക്രമിച്ച് ഭ്രമിപ്പിക്കും. ഇതാ അഹീഥോബേൽ പറഞ്ഞ ആലോചന. ക്ഷീണിച്ചും അധൈര്യപ്പെട്ടും ഇരിക്കുന്ന അവനെ ഞാൻ ആക്രമിച്ച് ഭ്രമിപ്പിക്കും. അപ്പൊ ക്ഷീണിച്ചിരിക്കുക. കറക്റ്റാ പറഞ്ഞത്. അബ്ശാലോമിനോട് അഹീഥോബേൽ പറഞ്ഞത്, അഹീഥോബേലെ, അബ്ശാലോമേ പേടിക്കണ്ട, നിന്റെ അപ്പൻ ദാവീദ് ക്ഷീണിച്ചിരിക്കുക, അവനെ ഞാൻ ആക്രമിക്കും. കറക്റ്റാ പറഞ്ഞത്. കാരണം ദാവീദ് ക്ഷീണിച്ചെന്ന് വേറെ വാക്യമുണ്ട്. 16-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം വായിച്ചേ. 16-ാം അധ്യായത്തിന്റെ 14. അപ്പൊ ശ്രദ്ധിച്ചേ, അവിടെ വായിക്കുന്ന ദാവീദ് ക്ഷീണിച്ചെന്നാ. അങ്ങനല്ലയോ എഴുതിയേക്കുന്നേ? മൈക്കിൽ കൂടെ ഒന്ന് വായിച്ചേ. രാജാവും കൂടെയുള്ള സകല ജനവും ക്ഷീണിച്ചവരായി. രാജാവും കൂടെയുള്ള സകല ജനവും ക്ഷീണിച്ചു. അപ്പൊ അഹീഥോബേൽ പറഞ്ഞ കറക്റ്റാ. ദാവീദ് ക്ഷീണിച്ചു. ഒരിക്കൽ നേരിന്റെ മകൻ അബ്നേർ മരിച്ചപ്പോ ദാവീദ് പറഞ്ഞല്ലോ, ഞാൻ ക്ഷീണിച്ചെന്ന്. 3:38 അല്ലയോ? ശമൂവേലിന്റെ 2-ാം പുസ്തകം 3:38. രാജാവ് തന്റെ ഭൃത്യന്മാരോട്, ഇന്ന് ഇസ്രായേലിൽ ഒരു പ്രഭുവും മഹാനുമായവൻ പട്ടുപോയി എന്ന് ഞാൻ രാജാഭിഷേകം പ്രാപിച്ചവനെങ്കിലും ഇന്ന് ബലഹീനൻ. അപ്പൊ ഈ വാക്യങ്ങളെല്ലാം പഠിച്ച ദാവീദ് ക്ഷീണിച്ചു. നേരിന്റെ മകൻ അബ്നേർ പട്ടപ്പോൾ ദാവീദ് ക്ഷീണിച്ചു. കിദ്രോൻ തോടുകളെല്ലാം കിടന്ന് ഓടുക, ഓടി ഓടി ക്ഷീണിച്ചു. ഈ ക്ഷീണവും തളർച്ചയും കണ്ട അഹീഥോബേൽ ദൂത് പറഞ്ഞതു, ക്ഷീണിച്ചും അധൈര്യപ്പെട്ടും ഇരിക്കുന്ന അവനെ ഞാൻ ആക്രമിച്ച് ഭ്രമിപ്പിക്കും. കറക്റ്റ് ദൂതാ പറഞ്ഞ. പക്ഷേ ഈ ആലോചന ദൈവം അങ്ങ് വ്യർത്ഥമാക്കി. കാരണം ആലോചന കറക്റ്റാന്തലും അഭിഷിക്തന് വിരോധമായിട്ടാ വന്നേ. സ്തോത്രം. അപ്പൊ ഈ ഓടിപ്പോയപ്പം ദാവീദ് അഹീഥോബേൽ അവരുടെ കൂട്ടത്തിലുണ്ടെന്ന് പറഞ്ഞപ്പം ദാവീദ് പറഞ്ഞു, കർത്താവേ അവന്റെ ആലോചന അബദ്ധമാക്കണേന്ന്. എന്നെ കൊണ്ടൊക്കത്തില്ല, നിന്നെ കൊണ്ടേ ഒക്കുവള്ളെന്ന്. അതാ 21-ാമത്തെ വാക്യം വായിച്ചേ. 15:31. അബ്ശലോമിനോട് കൂടെയുള്ള കൂട്ടുകെട്ടുകാരിൽ അഹീഥോഫേലും ഉണ്ടെന്ന് ദാവീദിനോട് കൂടെയുള്ള കൂട്ടുകെട്ടുകാരിൽ അഹീഥോഫേല് ഉണ്ടെന്ന് ദാവീദിന് അറിവ് കിട്ടിയപ്പോൾ. നോക്കിക്കേ, ഒന്നുകൂടെ ഉമ്മച്ച ക്ലിയർ ആയിട്ടൊന്ന് വായിച്ചേ. ആ 30 മുതൽ വായിച്ചേ, കണ്ണിക്ക് തുടങ്ങുന്നത് മുതൽ. ദാവീദ് തലമുടിയും ചെരുപ്പിടാതെയും നടന്ന് കരഞ്ഞും. ദാവീദ് തലമൂടിയും ചെരുപ്പിടാതെയും നടന്നു കരഞ്ഞും കൊണ്ട് ഒലിവുമലയുടെ കയറ്റം കയറി കൂടെയുള്ള ജനമൊക്കെയും തലമൂടി കരഞ്ഞുകൊണ്ട് കയറി ചെന്നു. ഇതിനാണ് പെറുക്കി പെറുക്കി വായിക്കുക എന്ന് പറയാൻ. തെറ്റുന്നില്ല. ഒന്നുകൂടെ പെറുക്കി വായിച്ചേ. ദാവീദ് തലമൂടിയും ചെരുപ്പിടാതെയും നടന്നും കരഞ്ഞും കൊണ്ട്. ദാവീദ് തലമൂടിയും ചെരുപ്പിടാതെയും നടന്ന് കരഞ്ഞും കൊണ്ട്. അപ്പൊ ചെരുപ്പിടുന്നില്ല, തലമൂടി കരഞ്ഞ് നടക്കുക. വരുന്ന ദുരിതം നോക്കിക്കോണം. അങ്ങനെ നടന്ന് നടക്കുക, തലമൂടി. അങ്ങനല്ലേ? തലമൂടാൻ കാര്യം ആക്ഷേപമായി, അപമാനമായി. കൊച്ചൻ കസേര എടുത്തെന്ന് അപ്പനെ ഔട്ടടിച്ചു. ആരാണ്ട് പറഞ്ഞു തന്നെ, അപ്പനെ വെച്ചേക്കേലിയെന്ന്. ആഹാ, നീ എന്നെ വെക്കുകയല്ലേ, പഠിച്ചല്ലേ. അപ്പോൾ അപ്പനെ ഔട്ടടിച്ചു. എല്ലാരും തനിക്ക് പ്രതികൂലമായി. വളരെ വേദനയോടെ തലമൂടി. ആരും എന്നെ കാണണ്ട, നാണക്കേടല്ലേ, ആക്ഷേപമായി. ആൾക്കാർ ചോദിക്കും, കിന്നരം വായിച്ച പുള്ളി എന്നെ ഇപ്പം ഇങ്ങനെ, നേരത്തെ ഒത്തിരി ആരാധിച്ചതല്ലയോ, ഇപ്പൊ എന്നെ അനങ്ങാൻ മേലാതെ കിടക്കുന്നേ, അങ്ങനെ ചോദിക്കും ആൾക്കാർ. ചോദിക്കുകയല്ലേ? ഭയങ്കര പ്രാർത്ഥനക്കാരായിരുന്നല്ലോ, ഇപ്പൊ എന്നാ പറ്റി?
പെന്തിക്കോസാന്ന് പറഞ്ഞല്ലേ തുള്ളിച്ചാടി പോയത്. ഇപ്പൊ എന്നാ പറ്റി? ഞങ്ങളുടെയൊക്കെ തന്നെ അതൊക്കെ പറയാം. ഭയങ്കര രോഗശാന്തി എന്നല്ലേ നിങ്ങൾ പറഞ്ഞു. ഇപ്പൊ എന്നെ ആശുപത്രിയുടെ വാതൊക്കെ ഇതൊക്കെ ചോദിക്കും. സ്തോത്രം. ആക്ഷേപമാ, നിന്നയാ. അതുകൊണ്ട് തലമൂടി തലമുടിയും ചെരുപ്പിടാതെയും, ചെരുപ്പൊന്നും വിടുന്നില്ല. തലമൂടി ചെരുപ്പിടാതെ നടന്നു കരഞ്ഞും, അയ്യോ നടന്ന് കരയുക. മഹാരാജാവായി കരയുന്നെന്ന് ഓർക്കണം. നിലവിളിക്കുക, കരയുക. കരഞ്ഞും കൊണ്ട് ഒലിവുമലയുടെ കയറ്റം കയറി, ഒലിവുമലയുടെ കയറ്റം ഇങ്ങനെ കയറുകയാ. കൂടെയുള്ള ജനമൊക്കെയും തലമൂടി കരഞ്ഞുകൊണ്ട് കയറി. അവരും അങ്ങനെ തന്നെ തലമൂടി കരഞ്ഞു, കൂടെയുള്ളവരും തലമൂടി കരഞ്ഞു. അബ്ശലോമിനോട് കൂടെയുള്ള കൂട്ടുകെട്ടുകാരിൽ അഹീതോഫേലും ഉണ്ടെന്ന് ദാവീദിന് അറിവ് കിട്ടിയപ്പോൾ അതാ പുള്ളിക്ക് സങ്കടമായി പോയത്. അബ്ശലോമിനോട് കൂടെയുള്ള കൂട്ടുകെട്ടുകാരിൽ അഹീതോഫേലും ഉണ്ടെന്ന് അതാ പുള്ളിക്ക് സങ്കടമായി പോയത്. മറ്റവരൊക്കെ പോയത് അത്ര വിഷയമല്ല. അഹീതോഫേൽ ഈ ഗ്രൂപ്പിനകത്ത് ചെന്ന് കേറി, അബ്ശലോമിന്റെ കസ്റ്റഡി ചെന്ന് കയറി. അത് ദാവീദിന് സഹിക്കാൻ പറ്റാതായി. സ്തോത്രം. എടാ, ഇവനും അവന്റെ കൂടെ ഈ സങ്കീർത്തനത്തെ വാണ്ടു ഹൂര്യരും അവരോട് ചേർന്നെന്ന. അവർക്ക് ചേരേണ്ട ഒരു കാര്യം ഉള്ളതല്ല, അവനും ചെന്ന് ചേർന്നു. ആ പല ഒന്നുകൂടെ വായിച്ച ഉമ്മച്ച. അബ്ശലോമിനോട് കൂടെയുള്ള കൂട്ടുകെട്ടുകാരിൽ അഹീതോഫേലും ഉണ്ടെന്ന് ഒന്നുകൂടെ വായിച്ച. അബ്ശലോമിനോട് കൂടെയുള്ള കൂട്ടുകെട്ടുകാരിൽ അഹീതോഫേലും ഉണ്ടെന്ന് ദാവീദിന് അറിവ് കിട്ടിയപ്പോൾ യഹോവേ, അഹീതോഫേലിന്റെ ആലോചനയെ അബദ്ധമാക്കണമെന്ന് പ്രാർത്ഥിച്ചു. ഈ ചില വിഷയങ്ങൾ നമ്മൾ പ്രാർത്ഥിച്ചാ മതി, മറുപടി പറയരുത്, എതിർക്കരുത്, ഉടക്കരുത്, എതിർവായും പറയരുത്. ഇപ്പം ഏതാണ്ടൊരു ടി വിയിലാന്ന് തോന്നുന്നതിന് എന്നെ പിന്നെ തിരുവാ എതിർവാ എന്നെ അങ്ങനെ കണ്ടൊരു പ്രോഗ്രാം ഉണ്ടല്ലയോ, എന്തുവാ അതാ എതിർവാ. സ്തോത്രം. ദൈവകുഞ്ഞുങ്ങളോട് പറയാം, നീ എതിര് പറയാൻ പോകരുത്, മറുപടി പറയാൻ പോകരുത്, ന്യായീകരിക്കാൻ നടക്കരുത്, ഉടക്കാൻ പോകരുത്. നീ ചെയ്യേണ്ട കാര്യം കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചോണം, അപ്പൊ അഖീലോഫേൽ ആ ഗ്രൂപ്പിലുണ്ടെന്ന് ദാവീദിന് അറിവ് കിട്ടി. ഹൃദയവേദനയോടെ പറഞ്ഞു, കർത്താവേ, അവന്റെ ആലോചനയെ അബദ്ധമാക്കാൻ പറഞ്ഞു. ദൈവകുഞ്ഞുങ്ങൾക്ക് വിരോധമായി, ദൈവഭക്തന്മാർക്ക് വിരോധമായി, വിശ്വസ്തയോടെ വിശുദ്ധിയോടെ നിൽക്കുന്ന ദൈവകുഞ്ഞുങ്ങൾക്ക് വിരോധമായി ശത്രു കരുക്കൾ ഒരുക്കുമ്പോൾ മറുപടി പറയാൻ പോകരുത്, എതിർക്കാൻ പോകരുത്, ഉടക്കാൻ പോകരുത്, ഒന്നിനും പോകരുത്. മുട്ടുമടക്കി പ്രാർത്ഥിച്ചോണം. പ്രാർത്ഥിക്കുന്നത് അവർക്ക് ദോഷം വരാനല്ല, അവർക്ക് നല്ല ബുദ്ധി ഉണ്ടായി അവരും ദൈവസന്നിധിയിൽ കടന്നു വരണം. അല്ല, അവർക്ക് ദോഷം വരാനൊന്നും പ്രാർത്ഥിച്ചേക്കരുത്. ദൈവമേ, അവന്റെ തലയിൽ ഇടിത്തി വീഴണേ, അവന്റെ കുടുംബത്തിൽ സ്വസ്ഥത ഉണ്ടാകരുത്, ദൈവം പറിച്ചു മാറ്റണമേ, ഈ ദേശത്തിൽ നിന്ന് അവനെ തുടച്ച്, അങ്ങനെയൊന്നും പ്രാർത്ഥിച്ചേക്കരുത്. ദൈവമേ, അവർക്ക് നല്ല ബുദ്ധി കൊടുക്കണം, അവര് നല്ല മനസ്സുള്ളവരായി, ദൈവകൃപയുള്ളവരായി, നശിച്ചു പോകാതെ ഒന്നിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം അവസരം തരണമെന്നേ പ്രാർത്ഥിക്കാവൂ. ദാവീദോടെ പ്രാർത്ഥിച്ച്, കർത്താവേ, അവന്റെ ആലോചന അബദ്ധമാക്കണം. കാരണം അഖീലോഫേലും ആ കൂട്ടുകെട്ടിലുണ്ടെന്ന് കേട്ടു. അഖീലോഫേൽ ആരാ? എന്നാണ് ഞാൻ പറഞ്ഞതാ. അഖീലോഫേൽ ആരാ? ഒന്ന്, ദാവീദിന്റെ സ്വന്തം മന്ത്രിയാ. വായിച്ചേ നിങ്ങള് 15-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം വായിച്ചേ. 12-ാമത്തെ വാക്യം. അബ്ശലോം യാഗം കഴിക്കുമ്പോൾ ദാവീദിന്റെ മന്ത്രിയായ അഹീതോഫേൽ എന്ന ഗിലേന്യനായ
അല്ലല്ല, ഉമ്മച്ചൻ തന്നെ വായിക്കണം. ഗീലോന്യനായ അവന്റെ പട്ടണമായ. പുള്ളിക്ക് ഇംഗ്ലീഷ് ഭാഷ നന്നായിട്ട് പുള്ളി കൈകാര്യം ചെയ്യും. മലയാളത്തിനോട് അത്ര പിടുത്തം ഇല്ല. എനിക്കാണെങ്കിൽ ഇംഗ്ലീഷിനോട് അത്ര പിടുത്തോ ഇല്ല. മലയാളത്തോട് കുറച്ച് പിടുത്തമുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു ധാരണയെ പോകാം. ഇംഗ്ലീഷ് ഞാൻ തെറ്റിക്കുമ്പോൾ ക്ലിയർ ആക്കി തരണം. മലയാളം ഉമ്മച്ചൻ തെറ്റിക്കുമ്പോൾ ഞാൻ അത് ക്ലിയർ ആക്കും. ഒന്നുകൂടെ വായിച്ചേ ഗീലോന്യൻ എന്ന്. ഗീലോന്യൻ പിന്നെ ഞാൻ പഠിപ്പിച്ചോളാം. അവന്റെ പട്ടണമായ ഗീലോന്യൻ നിന്ന് ആളയച്ചു വരുത്തി. ഒന്നുകൂടെ വായിച്ചേ 12-ാം വാക്യം. അബ്ശലോം യാഗം കഴിക്കുമ്പോൾ ദാവീദിന്റെ മന്ത്രിയായ അഹീതോഫെൽ എന്ന ഗീലോന്യനെയും പരിവക്കേടാ. കുഴപ്പമില്ല, എന്നാലും എത്രയൊക്കെ ഒപ്പിക്കുന്നല്ലോ, വലിയ കാര്യം.